അണ്ണാമലൈ ഒരുപാട് ശ്രമങ്ങൾ നോക്കി, വർഗീയ വിഭജനം നടത്തി വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ആവുന്നത്ര പണിപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊന്നും തമിഴ്നാടിന്റെ മണ്ണിൽ വെന്തില്ല എന്ന് മാത്രമല്ല, തമിഴർ ആട്ടി ഓടിക്കുകയും ചെയ്തു. ഒടുവിൽ സ്വന്തം ദേഹത്ത് ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അണ്ണാമലൈ കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ കേരളത്തിൽ വീണ്ടും BJP-യെ ഉയർത്തിയെടുക്കാൻ അണ്ണാമലൈ ഇങ്ങ് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പരിപൂർണമായി പരാജയപ്പെട്ട അണ്ണാമലൈ കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ BJP-യെ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നും പറഞ്ഞു വരികയാണ്. ദക്ഷിണേന്ത്യയിൽ BJP-ക്ക് സ്കോപ്പുള്ള സംസ്ഥാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന കണക്കൂട്ടലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഉത്തരേന്ത്യയിൽ കുറേയധികം സ്ഥലത്ത് വോട്ട് ചോരിയും ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് നടത്തുന്ന വോട്ട് തട്ടിപ്പും ഒക്കെയായി BJP തകർത്താടുമ്പോൾ, ദക്ഷിണേന്ത്യയിൽ കർണാടക കൂടി കൈവിട്ടതോടെ BJP ആകെ അവതാളത്തിലാണ്. തമിഴ്നാട്ടിൽ AIADMK-യുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ഫലം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റിൽ 4 സീറ്റുകൾ BJP നേടിയെടുത്തപ്പോൾ വലിയ ആത്മവിശ്വാസമായിരുന്നു അണ്ണാമലൈയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ലോക്സഭയിൽ വലിയ നേട്ടത്തിലേക്ക് കലാശിക്കും. 39 ലോക്സഭാ സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് 6 or 7 എണ്ണമെങ്കിലും അണ്ണാമലൈയുടെ മികവിൽ ജയിക്കുമെന്ന് വിചാരിച്ചു. കോയമ്പത്തൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വം പോലും പരാജയമാണെന്ന് ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അണ്ണാമലൈ കൂപ്പുകുത്തി. ഒടുവിൽ വിദേശത്ത് ഉപരിപഠനം എന്ന് പറഞ്ഞ് ചില പ്രഹസനങ്ങളൊക്കെ കാണിക്കാൻ അണ്ണാമലൈ ശ്രമിച്ചതാണ്. എന്ന വഴി മറന്ന്, അതായത് പഠിച്ചു കിട്ടിയ IPS ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് വർഗീയ കച്ചവടം നടത്തി, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് ഇറങ്ങിയെങ്കിലും അത് ചവിട്ടിയത് ചാണകക്കുഴിയിൽ തന്നെയാണ് എന്ന് ഇപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുകയാണ്. ഇനി ഒരു രാഷ്ട്രീയ അംഗത്തിന് അണ്ണാമലൈ തയ്യാറെടുക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ തമിഴ്നാട്ടിൽ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അണ്ണാമലൈ കൊണ്ടുവരാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ AIADMK നേതൃത്വം കൃത്യമായി പറഞ്ഞു, തമിഴ്നാട്ടിൽ നിങ്ങൾ വെറും സഖ്യകക്ഷിയായി ഇരുന്നുകൊണ്ടാൽ മതി, ഞങ്ങളെ ഇവിടെ ഭരിക്കാനും ഞങ്ങളുടെ മണ്ടയിലേക്ക് കുതിര കയറാനും വരണ്ട. AIADMK-യെയും അതുപോലെ തന്നെ എടപ്പാടി പളനിസ്വാമിയെയും ഒരുപാട് ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞതിന്റെ പേരിലായിരുന്നു അണ്ണാമലൈയെ BJP നേതൃത്വം തലപ്പത്തു നിന്നും പുറത്താക്കിയത്. എന്നാൽ വീണ്ടും പുതിയ കുപ്പിയിൽ പഴയ വിഞ്ഞ് എന്ന രീതിയിൽ BJP വീണ്ടും അണ്ണാമലൈയെ ചില വർഗീയ ധ്രുവീകരണങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി സംസ്ഥാനത്തുടനീളം യാത്ര സംഘടിപ്പിക്കാനും മറ്റും നടത്തുകയാണ്. അതിനുവേണ്ടി സൗത്ത് ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവ് വേണം. അതിനാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം പാരലായിട്ട് BJP-യുടെ നേതൃത്വത്തിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കാൻ ഇദ്ദേഹം വന്നത്.